Hi friends, welcome to Garam Masala, the magic spices of cooking. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് എങ്ങനെ ബിരിയാണി മസാല തയ്യാറാക്കുകയും ബിരിയാണി തയ്യാറാക്കുകയും ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെ ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാലയെ കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ മസാല ചിക്കനിൽ നന്നായി പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് 1 കപ്പ് എണ്ണ ചൂടാക്കിയെടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പാം ഓയിൽ ഉപയോഗിക്കുന്നതാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം കാഷ്യൂനട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് 100 ഗ്രാം റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂനട്ടും റൈസൻസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിനെ 80% വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുവാൻ. ബാക്കിയുള്ള 10% മസാല തയ്യാറാക്കുമ്പോഴും 10% ദം ചെയ്യുമ്പോഴുമാണ് വെന്ത് വരേണ്ടത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണിത്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മാത്രം മസാലയെ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് 3 കപ്പ് സവാളയെ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ കൂടെ നന്നായൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വീതം മല്ലിയില, പുതിന ഇല ഇവ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഈ പൗഡറിൻ്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അടുത്തതായി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെസലിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചുഴറ്റിയെടുക്കാം. ഇതിനെ കൂടെ നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ പീസസും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം.
ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ഇഞ്ച് നീളമുള്ള 2-3 പീസ് പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 തക്കോലം, 1/2 ടീസ്പൂൺ സഹജീരകം ഇവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇവ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ വേണം നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ റൈസിനെ 30 മിനിറ്റ് കുതിർത്തിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഈ റൈസിനെയും 80% വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റൈസും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ദം തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു വലിയ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ പകുതി ഭാഗം പാനിൻ്റെ അടിഭാഗത്തായി സ്പ്രെഡ് ചെയ്യാം. ഇനി റൈസിൻ്റെ പകുതി ഭാഗം കൂടെ സ്പ്രെഡ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, റൈസൻസ്, സവാള ഇവയിൽ നിന്ന് കുറച്ച് മല്ലിയില, പുതിന ഇല, 2 പിഞ്ച് ഗരം മസാല, കുറച്ച് സാഫ്രോൺ, 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സാഫ്രോൺ സോക്ക് ചെയ്തെടുത്തതാണിത്, 1 ടീസ്പൂൺ നെയ്യ് ഇവ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് റൈസ് സ്പ്രെഡ് ചെയ്യാം. ബാക്കിയുള്ള മസാല കൂടെ ഇതിൻ്റെ മുകളിലായി വെച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള റൈസ് നമുക്കിതിൻ്റെ മുകളിലായി വയ്ക്കാം. ദം ചെയ്യുവാൻ വേണ്ടി ചൂടോടുകൂടെയുള്ള റൈസ് തന്നെ വേണം എടുക്കുവാൻ. ഇനി നമുക്കിതിൻ്റെ മുകളിലായി ബാക്കി വന്നിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട്, റൈസൻസ്, സവാള ഇവ സ്പ്രെഡ് ചെയ്യണം. ഇനി മല്ലിയില, പുതിന ഇല ഇവ കൂടെ വെച്ച് കൊടുക്കാം. 2 പിഞ്ച് ഗരം മസാല, ബാക്കിയുള്ള സാഫ്രോൺ, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലായി നമുക്ക് കനൽ വെച്ച് കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കണം. ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം വേണം നമുക്ക് ദം തുറന്നു നോക്കാൻ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ ചിക്കൻ ഉടഞ്ഞു പോവുകയില്ല. നമ്മുടെ ചിക്കനും റൈസും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചിക്കൻ മസാലയിൽ ഒരുപാട് എണ്ണയുണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, റൈസൻസ്, സവാള ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.